ചന്ദ്രശേഖരനും കല്യാണി അമ്മയും പോയി സാരിയും മറ്റാഭരണങ്ങളും എല്ലാം എടുത്തു. ചന്ദ്രശേഖരൻ രുദ്രനെ ഫോൺ ചെയ്ത് അവൻ ഇഷ്ടമുള്ള സാരിയാട്ടോ കല്യാണത്തിന് വേണ്ടി എടുത്തത്. പക്ഷെ ഇത് ഗായത്രിക്ക് അറിയില്ല. കാരണം രുദ്രനും ഈ കല്യാണത്തിന് വലിയ താല്പര്യമില്ല എന്നല്ലേ ഗായത്രിയുടെ വിചാരം. ആ ധാരണ തെറ്റിക്കേണ്ടെന്ന് രുദ്രനും വിചാരിച്ചു. പിന്നെ രുദ്രനാണ് സെലക്ട് ചെയ്തു എന്ന് അറിഞ്ഞാൽ ഗായത്രി അതിങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ. അതൊക്കെയാണ് കാരണം. അങ്ങനെ ഇവിടെ രുദ്രൻ്റെയും ഗായത്രിയുടെയും കല്യാണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്ന തിരക്കിലാണ് ചന്ദ്രശേഖരനും കല്യാണി അമ്മയും. പക്ഷേ ഗായത്രിയുടെ മനസ്സാവട്ടെ ഓഫീസിലിരിക്കുമ്പോഴും അസ്വസ്ഥമായിരുന്നു. കാരണം ഇനി എന്തൊക്കെയാണ് അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നോർത്തിട്ട് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പഴയതൊക്കെ ആവർത്തിക്കുമോ, എങ്ങനെയെങ്കിലും താൻ ആ പഴയ ഗായത്രിയിലേക്ക് മടങ്ങിപ്പോകുമോ എന്നൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. എല്ലാവരെയും അങ്ങനെ വന്നാൽ അവൾ പെട്ടെന്ന് വിശ്വസിക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും, ആരോടും നോ പറയില്ല. പലതും തന്നെക്കുറിച്ച് ആലോചിക്കാതെ ത്യജിക്കും. ആ പൊട്ടിപ്പെണ്ണിലേക്ക് പോവാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഏതൊരു പുരുഷനെയും വിശ്വസിക്കരുത് എന്ന് അവളുടെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അത് അവളുടെ അനുഭവങ്ങൾ തന്നെയായിരുന്നു. അത്രത്തോളം അവൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവളുടെ ജീവിതത്തിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ രുദ്രനെ വ്യത്യസ്തനായി കാണാൻ പ്രേരിപ്പിച്ചത് കൃഷ്ണയുടെ സംഭവത്തിൽ അവൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ്. എല്ലാ ആണുങ്ങളും മഹേഷിനെ പോലെയും നവീനെ പോലെയുമല്ല എന്ന് അവൾക്ക് മനസ്സിലാക്കിയത് സത്യത്തിൽ ആ സംഭവത്തിലൂടെയാണ്. അവൾ രുദ്രനെ കൂടുതൽ അറിഞ്ഞതും അവനിൽ വിശ്വാസം ഉണ്ടായതും. എന്നാലും എവിടെയൊക്കെയോ മനസ്സിൽ ഒരു പേടി തങ്ങിയിരുന്നു അവളുടെ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയില്ലേ, ആ അവസ്ഥയാണ് ഗായത്രിയുടേത്. പിന്നെ മഹേഷിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമല്ലോ, അവനെ കൊടുക്കണ്ടേ എന്നൊരു ചിന്തയും അവളിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവളുടെ മനസ്സിലൂടെ ഓടുമ്പോഴും അവളുടെ കണ്ണ് അവൾ അറിയാതെ രുദ്രൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അവൻ്റെ ഓരോ നീക്കങ്ങളും ഓരോ സംസാരങ്ങളും അവൻ്റെ മുഖത്തിലെ ഓരോ ഭാവങ്ങളുമെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് അവനോട് ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രതിഫലനം എന്നോണം ഒരു ചിരി വിടർന്നു അവളുടെ ചുണ്ടിൽ. അങ്ങനെ ഗായത്രിയും രുദ്രനും വൈകുന്നേരം വീട്ടിലേക്ക് കാറിൽ വരികയാണ്. ഗായത്രിയുടെയും രുദ്രൻ്റെയും ഇടയിൽ കാര്യമായിട്ട് സംസാരങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു എംപ്ലോയും ഒരു ബോസും അത്രയേ ഉള്ളൂ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ പറ്റിയുള്ള ചിന്തകൾ തന്നെയായിരുന്നു. അതായത് ഗായത്രിയുടെ മനസ്സിൽ രുദ്രനെ പറ്റിയും രുദ്രൻ്റെ മനസ്സിൽ ഗായത്രിയെ പറ്റിയുമുള്ള ചിന്തകൾ. രണ്ടാളും രണ്ടാളുടെയും ചെറിയ ചെറിയ നീക്കങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാർ ചന്ദ്രമംഗലത്തേക്ക് എത്തി. രുദ്രനും ഗായത്രിയും വണ്ടി ഇറങ്ങിയതും കല്യാണിയമ്മ ശിവമോളെയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. ഗായത്രിയെ കണ്ടതും ശിവമോൾ അവളുടെ ദേഹത്തേക്ക് കയറാനായി ചാടി. രുദ്രനുണ്ടെങ്കിലും ഇപ്പോൾ ഗായത്രിക്ക് ശിവമോളെ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം അവനറിയാലോ ഗായത്രി മോളെ സ്നേഹിക്കുന്ന കാര്യം. ഇനി ഒളിമറയേണ്ട ആവശ്യമില്ലെന്ന് ഗായത്രിക്ക് മനസ്സിലായി. അവൾ കല്യാണിയമ്മയുടെ കയ്യിൽ നിന്ന് യാതൊരു മടിയുമില്ലാതെ കുഞ്ഞിനെ വാങ്ങി. എന്നിട്ട് ഒന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോയി. രുദ്രനെ ഒന്ന് നോക്കിയ പോലുമില്ല. അതിൽ അവന് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മോനെ, കുളിച്ചിട്ട് പോയോ? ഫുഡ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇനി കഴിക്കണ്ട, ഇവിടെ നിന്ന് കഴിച്ചാൽ മതിയെന്ന് ചന്ദ്രശേഖർ സർ പറഞ്ഞു. കല്യാണിയമ്മ രുദ്രനോട് പറഞ്ഞു. ഇനി പഴയ പോലെയല്ലല്ലോ മോൻ, നാളെയും കൂടി കഴിഞ്ഞാൽ ഇവിടെയല്ലേ താമസം. അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങിക്കോയല്ല. ഇനി ഗസ്റ്റ് അല്ലല്ലോ, മരുമകനല്ലേ, ഞങ്ങളുടെ ഒരേ ഒരു മരുമകൻ. ആ പിന്നെ മോൻ്റെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റുന്നില്ലേ? ഞാൻ സർവൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും രുദ്രൻ പറഞ്ഞു, അമ്മ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ. അതെന്താ മോനെ ഇപ്പോൾ കൊണ്ടുവച്ചാ? അത് പിന്നെ ആ ഗായത്രി മേഡത്തിന് ഇഷ്ടാവോ എന്നറിയില്ലല്ലോ. മോനെ ഇങ്ങനെ മടിക്കാതെ. ഗായത്രി മോൾക്ക് ഒരു പ്രശ്നവുമില്ല മോൻ ഇവിടെ വരുന്നതും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും അതിലൊന്നിലും. അതൊക്കെ കൊണ്ടല്ലേ അവള് കല്യാണത്തിന് സമ്മതിച്ചത്. മോനെ അവൾക്ക് ഒരുപാട് ഇഷ്ടം.
കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ശരിക്കും എൻ്റെ ഗായത്രി മോളെ പാവ. അത് മോൻ എന്തായാലും കല്യാണത്തിന് ശേഷം അറിയും. പിന്നെ ഇനി മാഡം അല്ല കേട്ടോ, ഇനി മോൻ്റെ ഭാര്യയാണ് ഗായത്രി, കല്യാണിയമ്മ പറഞ്ഞു. അത് കേട്ടതും തൻ്റെ ഭാര്യ എന്ന് കല്യാണിയമ്മ പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. രുദ്രൻ ചിരിച്ചു. നല്ല പ്രകാശമുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത്. പിന്നെ മോനെ, ഞാൻ കല്യാണത്തിന് മോനിടാനുള്ള ഡ്രസ്സൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മോൻ അതൊക്കെ ഇട്ട് ഒന്ന് പാകമാണെന്ന് നോക്കിക്കേ. പിന്നെ കല്യാണ സാരി ഗായത്രി മോളുടെ റൂമിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അമ്മ. പിന്നെ ഞാനാണ് ആ സാരി സെലക്ട് ചെയ്തതെന്ന് മാഡത്തിനോട് പറയല്ലേ, രുദ്രൻ കല്യാണി അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും കല്യാണി അമ്മ ഒന്ന് ചിരിച്ചു. ഇല്ല മോനെ, ഞാൻ മോളോട് പറയില്ല കേട്ടോ, അവർ വാത്സല്യത്തോടെ രുദ്രനോട് പറഞ്ഞു. കല്യാണമ്മ പറഞ്ഞതും അവൻ കല്യാണി അമ്മയൊന്ന് നോക്കിയിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അവൻ പോകുന്നത് കണ്ട് കല്യാണമ്മ മനസ്സിൽ പറഞ്ഞു, പാവം കുട്ടിയാ, ഇനിയെങ്കിലും അതിന് സന്തോഷമുള്ള ജീവിതം കിട്ടണേ എന്ന്. മുകളിലെത്തിയ ഗായത്രി ഡ്രസ്സ് മാറി കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കിടന്നു. ഗായത്രിയെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. ഗായത്രിയെ കണ്ടാൽ മതി അവളുടെ വാശിയും സങ്കടവും ദേഷ്യവും എല്ലാം എങ്ങോട്ടോ മാഞ്ഞു പോവും. പിന്നെ ഇത്ര നല്ല അനുസരണയുള്ള കുട്ടി വേറെ ഉണ്ടാവില്ല. സത്യം പറഞ്ഞ അവള് അമ്മമ്മോള. എന്താടി ചക്കരേ, അമ്മയുടെ മോള് അമ്മയെ ഇങ്ങനെ നോക്കുന്നേ? ശിവമോളുടെ തല ഒഴിഞ്ഞുകൊണ്ട് ഗായത്രി ചോദിച്ചു. അമ്മയുടെ പൊന്നിനെ മിസ് ചെയ്തോ? അതെ ചക്കരെ, നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടടാ. ഇനി എന്നും അമ്മയുടെ മോള് അമ്മയുടെ കൂടെ കിടക്കാൻ പോവാ ഈ റൂമിൽ. രാത്രിയായ അമ്മേനെ മോളെ മാറ്റില്ല കേട്ടോ. അതുപോലെ അമ്മ വൈകിട്ട് മാത്രമല്ല രാവിലെ എൻ്റെ കുഞ്ഞിന് പാല് തന്നിട്ടേ പോകുള്ളൂ. പിന്നെ അമ്മ മോളെ കുളിപ്പിക്കും, മോളുടെ എല്ലാ കാര്യം ചെയ്യും. ഇനി ആര് ചോദിച്ചാലും നീ എൻ്റെ മോളാന്ന് എനിക്ക് പറയാനുള്ള അവകാശം കിട്ടാൻ പോവാടി, കുഞ്ഞു പെണ്ണിനോട് ഗായത്രി പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോൾ ഗായത്രിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവളിലെ അമ്മ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. കുഞ്ഞാവയ്ക്ക് ഒന്നും അറിയില്ലെങ്കിലും ഗായത്രിയുടെ സംസാരം കേട്ട് അവൾ ചിരിച്ചു. എല്ലാം അറിയുന്ന പോലെ. അങ്ങനെയാണല്ലോ, അമ്മ കരയുമ്പോൾ കുഞ്ഞും ഒരുമിച്ച് കരയുമല്ലോ, അമ്മ ചിരിക്കുമ്പോൾ കുഞ്ഞും ചിരിക്കും. ചിരിച്ചും മയക്കല്ലടി എൻ്റെ കള്ളിപ്പെണ്ണെ. അമ്മ മോൾക്ക് പാല് തരാട്ടോ, ഗായത്രി കുഞ്ഞിനോട് പറഞ്ഞു. ഗായത്രി കുഞ്ഞിനെ ഉറക്കിയിട്ട് ഓരോന്ന് ആലോചിച്ച് അവളും കിടന്നു. അപ്പോഴാണ് ടേബിളിലിരിക്കുന്ന ഒരു ഡ്രസ് കവർ അവളുടെ കണ്ണിൽ പെട്ടത്. കല്യാണി അമ്മ അവളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിവാഹ വസ്ത്രം റൂമിൽ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവൾക്ക് പിടികിട്ടി ഇത് തന്നെയാണെന്ന്. അവൾക്ക് വലിയ ആകാംക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ വിവാഹത്തിന് ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് ആകാംക്ഷയോടെയെല്ലാം തയ്യാറായതായിരുന്നു അവൾ. എല്ലാത്തിനും അവൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. ഹൽദി, മെഹന്തി, സംഗീത്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു അന്ന്. അവളുടെ ആദ്യ വിവാഹം നടന്നത് ഒരുപാട് ആർഭാടകരമായിട്ടൊക്കെയാണ്. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി തന്നെ മാറിയില്ലേ അത്? ഇപ്പോൾ ആ പൊട്ടിപ്പെണ്ണല്ലല്ലോ ഗായത്രി. ഗായത്രി മെല്ലെ എഴുന്നേറ്റ് ആ സാരി കവർ തുറന്നു. അതിൽ കടും പിങ്ക് കളറുള്ള ഗോൾഡൻ ബോർഡറുള്ള ഒരു കാഞ്ചീപുരം കെട്ടുസാരിയായിരുന്നു അത്. നല്ല ചന്തായിരുന്നു കേട്ടോ ആ സാരി കാണാൻ. ഗായത്രിക്ക് നല്ലോണം ചേരും. ഇതിൽ സൈഡിൽ നൂല് കൊണ്ട് ഗായത്രി വെഡ്സ് രുദ്രൻ എന്നെഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ ഓർത്തു, നാളെ കഴിഞ്ഞാൽ താൻ ഒരു ഭാര്യയാവാൻ പോവുകയാണ് വീണ്ടും. ഇനി ഒരിക്കലും കെട്ടില്ലെന്ന് താൻ ഉറപ്പിച്ച ആ ഭാര്യവേഷം വീണ്ടും കഴുത്തിലണിയാൻ പോവുകയാണ്. എന്തിനു വേണ്ടി? വെറും ഒരു പകരം വീട്ടലിന് വേണ്ടിയോ? അച്ഛനെന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ വിഡ്ഢിവേഷം കെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ആരും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഞാൻ ആ പഴയ ഗായത്രി ആയാൽ, ഏതെങ്കിലും വേളയിൽ എനിക്ക് രുദ്രനെ സ്നേഹിക്കാൻ തോന്നിയാൽ, അത് ശരിയാവില്ല. ഇനിയൊരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. എന്നാലും എന്തൊക്കെയായാലും ശരി, കഴിയുന്നത്ര ദിവസം ഞാൻ എൻ്റെ ഈ കുഞ്ഞിൻ്റെ അമ്മയായി ജീവിക്കും. എല്ലാ അവകാശങ്ങളോടെയും എൻ്റെ മാതൃത്വത്തിൻ്റെ മധുരം ഇവൾക്ക് നൽകും. ശിവമോളെ നോക്കിക്കൊണ്ട് ഗായത്രി പറഞ്ഞു.
പക്ഷേ ഗായത്രിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഇനി അവൾ ജീവിക്കാൻ പോകുന്നത് സ്വർഗതുല്യമായ ഒരു ജീവിതമാണെന്ന്. രുദ്രൻ്റെ താലി ഇന്ന് അവളുടെ കഴുത്തിൽ വീഴുന്നുവോ അന്ന് തൊട്ട് അവളുടെ ജീവിതം വീണ്ടും സുന്ദരമായി തീരാൻ പോവുകയാണ്. ഗായത്രി ആ സാരി ഒന്ന് നോക്കിയ ശേഷം അത് ടേബിളിൽ വെച്ചു. എന്നിട്ട് ശിവമോളുടെ അടുത്ത് വന്ന് കിടന്നു. എന്നിട്ട് കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു ഉമ്മ വെച്ച് അവളെ മാറോട് ചേർത്ത് പിടിച്ചു. ബാക്കി എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.